നോബിൾ മാരിക്കാരനും ആർ റോഷിപാലുമാണ് ചേരുന്നത്. ആദ്യം നോബിളിലേക്ക് പോയ നോബിൾ, മുൻ KPCC അധ്യക്ഷൻ K സുധാകരൻ പറഞ്ഞതാണ് കാര്യം. ഇങ്ങനെ പോയാൽ പാർട്ടി വെള്ളത്തിലാകും. തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഈ അനൈക്യം പരിഹരിച്ചില്ലെങ്കിൽ ആകെ പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെയാണ് സുധാകരൻ ഇറങ്ങിപ്പോരുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ചർച്ചകൾ ഏത് രീതിയിലാണ്? ഇന്നത്തെ ഹൈക്കമാൻഡ് വിളിച്ച യോഗത്തിലെങ്കിലും ഈ തർക്കങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടോ? ഗുഡ് ഈവനിംഗ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം KPCC പുനഃസംഘടന, അതിനുശേഷം നടന്ന യൂത്ത് കോൺഗ്രസ് പുനഃസംഘടന അടക്കമുള്ള വിഷയങ്ങൾ വലിയ തരത്തിൽ തർക്കങ്ങളിലേക്ക് പോയിരുന്നു. നേതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസവും അത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികളും ഉണ്ടായതിനു പിന്നാലെയാണ് ഹൈക്കമാൻഡ് ഇന്നിപ്പോൾ ദില്ലിയിൽ AICC ആസ്ഥാനത്ത് നേതാക്കളുടെ യോഗം വിളിച്ചത്. KPCC അധ്യക്ഷൻ, അതോടൊപ്പം പ്രതിപക്ഷ നേതാവ്, വർക്കിംഗ് പ്രസിഡന്റുമാർ, അതോടൊപ്പം തന്നെ മുൻ പ്രസിഡന്റുമാർ അടക്കമുള്ള ആളുകളൊക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. പ്രവർത്തക സമിതി അംഗങ്ങൾ അടക്കം ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ആ യോഗം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഈ യോഗത്തിൽ നേതൃത്വം പ്രത്യേകിച്ച് KPCC പ്രസിഡന്റ്, ഒപ്പം പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾക്കെതിരെ വലിയ വിമർശനം ഉയർന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. KPCC അധ്യക്ഷനും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും രണ്ട് തട്ടിലാണ്, ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നില്ല. അത് മാത്രമല്ല, പാർട്ടിക്കകത്ത് വലിയ അനൈക്യമുണ്ട്. കാര്യങ്ങൾ കൃത്യമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. രാഷ്ട്രീയകാര്യ സമിതി യോഗങ്ങൾ ചേരുന്നില്ല. വയനാട് DCC അധ്യക്ഷനെ പ്രഖ്യാപിച്ചത് കൂടിയാലോചനകൾ ഇല്ലാതെയാണ്. അതോടൊപ്പം തന്നെ മറ്റ് പല വിഷയങ്ങളിലും, പ്രത്യേകിച്ച് KPCC സെക്രട്ടറിമാരെ പ്രഖ്യാപിക്കാത്ത അടക്കമുള്ള വിഷയങ്ങളിലൊക്കെ നേതാക്കൾ കൃത്യമായി തന്നെ അതൃപ്തി അറിയിച്ചു പോയി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രാവിലെ നേതാക്കളെ വ്യക്തിപരമായി മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും കണ്ടു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഇരുന്നുകൊണ്ടുള്ള മീറ്റിംഗ് എന്താണെങ്കിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ യോഗത്തിൽ ഇപ്പോൾ പ്രധാനമായും യോഗം കഴിഞ്ഞ് നേരത്തെ പുറത്തേക്ക് വന്ന K സുധാകരൻ കാര്യങ്ങൾ തുറന്നടിക്കുകയാണ് ചെയ്തത് എന്ന് വേണം പറയാൻ. കാരണം ചില നേതാക്കൾ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന നിലപാടാണ് അദ്ദേഹം പങ്കുവച്ചത്. അത് മാത്രമല്ല, അനൈക്യം ഉണ്ടാക്കുന്ന നേതാക്കൾ അതേപടി നിലപാട് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ വെള്ളത്തിലാകും കാര്യങ്ങൾ എന്നുകൂടി മുന്നറിയിപ്പ് കൂടി KPCC അധ്യക്ഷൻ നൽകി. അതോടൊപ്പം തന്നെ മുൻ KPCC അധ്യക്ഷൻ നൽകി. അതോടൊപ്പം തന്നെ ഈ K സുധാകരന്റെ ചോദ്യം, K സുധാകരൻ ഇത്തരത്തിൽ അഭിപ്രായങ്ങൾ പറഞ്ഞു എന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയോട് ചോദിച്ചപ്പോൾ അദ്ദേഹവും പറഞ്ഞത് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് മാധ്യമങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്നാണ്. ഏതായാലും ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് ഇടപെടൽ ഫലം കാണുമോ എന്നാണ് അറിയേണ്ടത്. റോഷിപാൽ കൂടി ചേരുകയാണ്. റോഷിപാൽ, നമുക്കറിയാം K സുധാകരൻ പറഞ്ഞെടുത്ത് തന്നെയാണ് കാര്യം. അനൈക്യം അത് വലിയ രീതിയിൽ ഒരു പൊട്ടിത്തെറിയുന്നതിലേക്ക് എത്തുകയാണ്. പ്രതിപക്ഷ നേതാവ് തന്നെ ഇടഞ്ഞു നിൽക്കുന്ന അവസ്ഥ. കടുത്ത നിലപാടുകളിലേക്ക് VD സതീശൻ പോവുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ അനുനയ നീക്കങ്ങൾ അല്ലെങ്കിൽ ഹൈക്കമാൻഡ് തന്നെ വിളിച്ച യോഗവും അതിലും വലിയ വിമർശനങ്ങളൊക്കെയാണ് ഉയർന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ ഇപ്പോഴിതാ വലിയ പ്രതിസന്ധിയിലേക്ക് പുനഃസംഘടന പാർട്ടിയെ തള്ളിവിട്ടിരിക്കുകയാണ്. എന്താണ് പോംവഴി എന്നാണ് മറുപക്ഷം പറയുന്നത്. വിനിത, സംസ്ഥാനത്ത് KPCC പുനഃസംഘടനയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ഈ തർക്കങ്ങൾ തുടക്കമായത്. പിന്നീട് ആ തർക്കങ്ങൾ പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക്, പൊട്ടിത്തെറിയിലേക്ക് നീങ്ങി. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന നിലപാട് സ്വീകരിച്ചു. പിന്നീട് KPCC യോഗം പോലും വിളിച്ചു ചേർക്കാൻ പറ്റാത്ത സാഹചര്യം. പ്രഖ്യാപിച്ച ഭാരവാഹികൾക്ക് ചുമതല ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ വലിയൊരു പ്രതിസന്ധി സംഘടനയിൽ രൂപപ്പെട്ടതോടെയാണ് ഹൈക്കമാൻഡ് നേരിട്ടിടപെട്ട പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചത്. തിരുവനന്തപുരം DCC അധ്യക്ഷ നിയമനവുമായി ബന്ധപ്പെട്ടാണ് തർക്കത്തിന് തുടക്കമായത്. ആ ചർച്ച മുന്നോട്ട് പോയില്ല. ചെമ്പഴന്തിയനിലെ അധ്യക്ഷനാക്കാതെ സഹകരിക്കില്ലെന്ന പ്രഖ്യാപനമാണ് VD സതീശൻ നടത്തിയത്. ഏതായാലും ഈ തർക്കം മുറുകുന്ന സാഹചര്യത്തിൽ ഇനിയും തർക്കം മുന്നോട്ട് പോയാൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ബാധ്യതയായി മാറുമെന്ന വിലയിരുത്തലാണ്. കാരണം ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തണം, അതിന് യോഗം വിളിക്കണം. ആ യോഗം വിളിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലേക്ക് തർക്കങ്ങൾ മുറുകുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ന് ചേർന്ന ഈ യോഗത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇവിടെ തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി സമ്മാനിക്കുമെന്ന് ഉറപ്പാണ്. സെക്രട്ടറിമാരെയൊക്കെ പ്രഖ്യാപിച്ച് പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് KPCC നടത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് VD സതീശൻ കടുംപിടുത്തം തുടരുന്നുവെന്നാണ് KPCC നേതൃത്വത്തിന്റെ പ്രധാന പരാതി.